അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6ൽ നിന്നും രതീഷ് ആദ്യത്തെ എവിക്ഷനിൽ പുറത്തായിരിക്കുകയാണ്. പക്ഷേ പുറത്തായി എന്ന് പറയാൻ വരട്ടെ, സീക്രട്ട് റൂമിൽ ടാസ്ക് വല്ലതും ഉണ്ടോ എന്ന് നമുക്കറിയാൻ സാധിക്കത്തില്ല ഇപ്പം. എന്തായാലും നമുക്ക് അങ്ങനെ സീക്രട്ട് റൂമിലേക്ക് വല്ലതും മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും നാളെ തന്നെ അതറിയാൻ സാധിക്കും. അത് പ്രൊമോട്ടും എല്ലാം കാണിക്കും. കഴിഞ്ഞ മുൻ സീസണിലൊക്കെ നമ്മുടെ നിമിഷ, ജാസ്മിൻ അങ്ങനെ നിമിഷയൊക്കെ സീക്രട്ട് റൂമിലെത്തുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അത്തരത്തിൽ കാരണം നമ്മുടെ രതീഷിനെ കുറിച്ച് പറഞ്ഞാൽ രതീഷ് പല ഇതിലും വേണ്ടാത്ത വള്ളികൾ ഏറ്റുവാങ്ങുകയും ചുമ്മാതെ ഓവർ ആക്ടിങ് ഒക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും രതീഷിനെ പോലെ ഒരാൾ ഒരു മാസമെങ്കിലും അതിൽ നിൽക്കാൻ കഴിവുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് എനിക്ക് തോന്നിയത്. ഇതിലും പെർഫോമൻസ് ഇല്ലാത്ത ഒരുപാട് കണ്ടസ്റ്റൻ്റ് അവിടെ നിൽപ്പുണ്ട്. ഇത് ഏഷ്യാനെറ്റ് തെറ്റുപറ്റിയതാണോ, പ്രേക്ഷകർ വോട്ട് ചെയ്തപ്പോൾ അവർക്ക് മിസ്റ്റേക്ക് പറ്റിയതാണോ എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ പ്രേക്ഷകർക്ക് വോട്ട് ചെയ്തപ്പോൾ രതീഷിന് വോട്ട് കുറവാണെന്ന് തന്നെ വെക്കാം. പക്ഷേ എങ്കിലും ആദ്യത്തെ എവിക്ഷനിൽ സാധാരണഗതിയിൽ മുൻ സീസണുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ആദ്യത്തെ ഫസ്റ്റ് വീക്ക് എവിക്ഷനിൽ ആരെയും പുറത്താക്കാൻ ചാൻസ് ഇല്ല. ഒരു സെക്കൻഡ് വീക്കിലും ചില 1-2 സീസണുകളിൽ സെക്കൻഡ് വീക്കിലും അങ്ങനെ ഒരു കണ്ടസ്റ്റൻസിനെ പോലും പുറത്താക്കിയിട്ടില്ല എവിക്ഷനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഇതിൽ രതീഷിനെ പോലെ പെർഫോം ചെയ്യുന്ന ഒരാളെ ആദ്യത്തെ എവിക്ഷനിൽ തന്നെ പുറത്താക്കിയതിനോട് എനിക്ക് യോജിക്കാൻ സാധിക്കുന്നില്ല. രതീഷിനെക്കാട്ടിലും മോശം പെർഫോമൻസ് ചെയ്യുന്ന ഒരുപാട് കണ്ടസ്റ്റൻസ് അവിടെ ഉണ്ടായിരുന്നു. രതീഷ് അഥവാ ഇനി രതീഷിനെ പുറത്താക്കണം, വോട്ട് കുറവാണെങ്കിൽ തന്നെയും 1 വീക്ക് 2 വീക്കിലൊക്കെ എവിക്ഷൻ ഇല്ലാതെ കഴിഞ്ഞ സീസണിലൊക്കെ മുൻപോട്ട് പോയിരുന്നു ഷോ. ഇത് ഫസ്റ്റ് വീക്ക് തന്നെ രതീഷിനെ പുറത്താക്കുകയും ചെയ്തതിൽ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പ്രാങ്ക് ആണോ അല്ലെങ്കിൽ നമ്മളെ പറ്റിച്ചിട്ട് വീണ്ടും സീക്രട്ട് റൂമിലേക്ക് മാറ്റാനാണോ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ എന്തായാലും നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ ഇത് എന്തായാലും സീക്രട്ട് റൂമിലുണ്ടെങ്കിൽ നമ്മളെ എന്തായാലും പ്രൊമോയിലൂടെ കാണിക്കും. എന്തായാലും രതീഷിനെ ഇപ്പോൾ പുറത്താക്കിയതിനെ പറ്റി നിങ്ങൾക്കുള്ള അഭിപ്രായം എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ.